മുഖ്യമന്ത്രി തർക്കത്തിൽ കോൺഗ്രസ് നാണംകെട്ടു. കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിയുക്ത എം.എൽ.എമാരെ യു.ഡി.എഫ് അനുഭാവികൾ പരസ്യമായി ചോദ്യം ചെയ്യുന്നു. ഷാഫി പറമ്പിലിനെ ചതിയനെന്ന് ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുത്ത്. കോൺഗ്രസിന്റെ കസേരകളി ദേശീയ തലത്തിൽ ചർച്ചയാക്കി ബി.ജെ.പി. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിൽ രൂപപ്പെട്ട തമ്മിലടി ഘടകകക്ഷികളെയും യു.ഡി.എഫ് അനുയായികളെയും ഒരുപോലെ രോഷാകുലരാക്കുന്നു. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിയുക്ത എം.എൽ.എമാരെ യു.ഡി.എഫ് അനുഭാവികൾ പരസ്യമായി ചോദ്യം ചെയ്ത് രംഗത്തെത്തി. വടകര എം.പി. ഷാഫി പറമ്പിലിനെതിരെയും അണികൾ തിരിഞ്ഞിരിക്കുകയാണ്. വി.ഡി. സതീശനെ ഒതുക്കാനുള്ള വൃത്തികെട്ട കളിയിലെ യഥാർത്ഥ വില്ലൻ ഷാഫി പറമ്പിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിശദമായ എഴുത്തുവന്നു. ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ മുസ്ലിം ലീഗ് അനുഭാവികളും മറ്റ് ഘടകകക്ഷി അനുഭാവികളും രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഷാഫി ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പൊളിറ്റിക്കൽ ഇമേജിന് കോട്ടം തട്ടുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. തന്റെ ജനപ്രീതിയുടെ കരുത്തിലാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യു.ഡി.എഫിന് കൂടുതൽ എം.എൽ.എമാരെ ലഭിച്ചതെന്ന അഹങ്കാരം മാത്രമല്ല, കെ.പി.സി.സി അധ്യക്ഷനാകാമെന്ന മോഹവും കൂടിയാണ് ഷാഫിയെ നയിക്കുന്നത്. സ്വാധീനിക്കാവുന്ന മുഴുവൻ എം.എൽ.എമാരെയും പാട്ടിലാക്കുന്നതും ഷാഫിയാണ്. താനില്ലെങ്കിൽ ഇനി നിങ്ങളൊന്നും നിയമസഭ കാണില്ലെന്ന തിട്ടൂരമാണ് ഷാഫി നൽകുന്നത്. സതീശനെ ഒതുക്കാൻ ഷാഫിക്ക് കെ.സി. നൽകിയ പണത്തിന്റെ കണക്കിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയർന്നു. വിഷ്ണുനാഥും അനിൽകുമാറും ഷാഫിയും ചേർന്നുള്ള ഈ കളിക്ക് നേതൃത്വം നൽകുന്നത് ഷാഫി തന്നെയാണ്. ഈ മൂന്ന് പേരെയും ഡൽഹിക്ക് വിളിപ്പിച്ചതിന് പിന്നിലും ഷാഫിയുടെ കരങ്ങൾ തന്നെ. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരിൽ ഭൂരിഭാഗവും സതീശനെയാണ് പിന്തുണച്ചത് എന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത ശരിയാണെങ്കിൽ അതിനെയും അട്ടിമറിക്കാനാണ് ഷാഫിയും സംഘവും ശ്രമിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നു. പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഇന്നീ കാണുന്ന ആർപ്പുവിളികളുമായി ജനം ഇരമ്പി എത്തുന്നതെന്ന് ഓർക്കുന്നത് ഷാഫിക്ക് നല്ലതാണ്. ചതിയന്മാരെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സമയമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, വിജയിച്ച ഒരു എം.എൽ.എക്ക് പോലും പുറത്തിറങ്ങാനാകുന്നില്ല. ജനം തന്നെയാണ് അധിപർ എന്ന് ഈ ഗ്രൂപ്പ് മാനേജർമാർ ഓർക്കുന്നത് നല്ലതാണെന്ന ഓർമ്മപ്പെടുത്തലും സോഷ്യൽ മീഡിയയിലൂടെ യു.ഡി.എഫ് അനുഭാവികൾ നൽകുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ കെ.സി. ക്യാമ്പിന്റെ ഭാഗമെന്ന് കരുതപ്പെടുന്ന എം.എൽ.എമാർക്കെതിരെ വിവിധ മണ്ഡലങ്ങളിൽ പരസ്യമായ പ്രതിഷേധങ്ങളും ഭീഷണി പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. നാദാപുരം മണ്ഡലത്തിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നിയുക്ത എം.എൽ.എ കെ.എം. അഭിജിത്തിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. യു.ഡി.എഫിന്റെ വൻ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച സതീശനെ മാറ്റി നിർത്തി എന്തിനാണ് വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതെന്ന് പ്രവർത്തകർ ചോദിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ തനിക്കെതിരെ സംഘടിത പ്രതിഷേധം ഉണ്ടായിട്ടില്ലെന്നും വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന എം.എൽ.എമാരുടെ വീഡിയോകൾ എ.ഐ. നിർമ്മിതമാണെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് അഭിജിത്തിന്റെ വിശദീകരണം. കുന്നത്തുനാട് നിയുക്ത എം.എൽ.എ വി.പി. സജീന്ദ്രനെ ഒരു പൊതുപരിപാടിക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞു. സതീശനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രവർത്തകർ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കത്തിൽ ശക്തമായ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ശക്തമായ പ്രതിഷേധമുണ്ടായത് റാന്നിയിലാണ്. കെ.സി. വേണുഗോപാലിനെ പരസ്യമായി പിന്തുണച്ച നിയുക്ത എം.എൽ.എ പഴകുളം മധുവിന്റെ സ്വീകരണ പരിപാടിയിൽ ആളുകളുടെ പങ്കാളിത്തക്കുറവും പ്രതിഷേധവും കണക്കിലെടുത്ത് വെട്ടിച്ചുരുക്കി. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടത്താനിരുന്ന വാർത്താ സമ്മേളനവും ഒഴിവാക്കി. കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനായ എ.പി. അനിൽകുമാറിനെതിരെ വണ്ടൂർ മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പച്ചപ്പട, ജനശബ്ദം എന്നീ പേരുകളിലുള്ള ഈ പോസ്റ്ററുകളിൽ വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. മാത്യു കുഴൽനാടനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകളിലൂടെ മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും പോസ്റ്ററിലുണ്ട്. അനിശ്ചിതത്വം നീക്കുന്നതിൽ ഹൈക്കമാൻഡ് പരാജയപ്പെട്ടതോടെ കെ.പി.സി.സി മുൻ പ്രസിഡന്റുമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കം മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. വി.എം. സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ. മുരളീധരൻ, കെ. സുധാകരൻ, പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എം.എൽ.എമാരുടെ എണ്ണം മാനദണ്ഡമാക്കിയുള്ള മുഖ്യമന്ത്രി നിർണയമെന്ന കീഴ്വഴക്കത്തിൽ നിന്നും ഹൈക്കമാൻഡ് മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിക്കുന്നുവെന്നതാണ് മുതിർന്ന നേതാക്കളെ കേൾക്കാനുള്ള തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. സോണിയാഗാന്ധി എ.കെ. ആന്റണിയുമായി ഇതിനകം ആശയവിനിമയം നടത്തിയെന്നാണ് വിവരം. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 8 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്തത് കോൺഗ്രസിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇതിനെ പരിഹസിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുന്നുണ്ട്.
മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇനിയും വൈകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട്. CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. BJP ആകട്ടെ ഇത് ദേശീയ തലത്തിൽ തന്നെ പ്രചരണ വിഷയമാക്കി. കോൺഗ്രസിൽ കസാരയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തനമെന്നും ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്തമില്ലെന്നുമാണ് BJP ആരോപിക്കുന്നത്. ഒരു സംസ്ഥാനവും കോൺഗ്രസിന്റെ കൈകളിൽ കൊടുക്കരുതെന്നും BJP പരിഹസിക്കുന്നു.